അമ്മേ എന്തോ എന്തോ ഉണ്ടാക്കാൻ പോകുന്നെ? നമ്മളിത് കപ്പയും മീനും വേവിക്കാൻ പോവാ മോള്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വെള്ളം തിളച്ച് മോള് ചീനി ഇങ്ങോട്ട് വാരിയിട്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടേ ചീനി നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാല് വെള്ളം തിളപ്പിച്ചിട്ടാണ് കപ്പ വാരിയിടുന്നത്. അല്ലെങ്കിൽ ഈ കപ്പ നമ്മൾ പച്ചവെള്ളത്തിന്റെ കൂടി കപ്പ ഇടുവാണെങ്കിൽ ഇത് വഴുകി വേവത്തുള്ളൂ. അപ്പൊ അത് കഴിയുമ്പോൾ ഇതിനകത്ത് കട്ട് കയറി നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ തലയ്ക്ക് പിന്നെ ഇത് അസ്വസ്ഥത ഉണ്ടായിട്ട് നമ്മൾ കിടന്നു പോകും. പിന്നെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം തിളപ്പിച്ചിട്ട് ചീനി ഇടുക. ചീനി തിളയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇടുക. ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച് വെന്ത് ഊറ്റി വെച്ച് അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ചീനി ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ കപ്പ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, തിളച്ച വെള്ളത്തില്. അപ്പൊ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം. പിന്നെ നമുക്ക് നല്ല നെയ്മത്തിയാണ്. ഈ നെയ്മത്തിക്ക് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അപ്പം ഞാൻ ആ അരപ്പൊന്ന് കാണിച്ചു തരാം. 1 കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കുരുമുളകാണ് ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ്. പിന്നെ ആണെങ്കിൽ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ആണെങ്കിൽ പെരിഞ്ജീരകപ്പൊടി. കുരുമുളകും പെരിഞ്ജീരകപ്പൊടിയുമാണ് ഇതിൻ്റെ അകത്ത് ഫ്ലേവർ കേട്ടോ. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇടുക. പിന്നെ നമുക്കിതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരണം. നല്ല രീതിയിൽ ചതഞ്ഞാണ് എടുക്കേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ വേണ്ട ചീനി വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കാവേ. അങ്ങനെ വെള്ളം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചീനി വേവിച്ച ആ കലത്തിൽ തന്നെയാണ് മത്തി സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ മത്തിയെല്ലാം ഞാൻ വാരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആ ചൂടോടെ തന്നെ നമ്മുടെ കപ്പ വേവിച്ചത് എന്ന് വെച്ചാൽ ചീനി വേവിച്ചത് എടുത്ത് ഇതിലോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പീര ഇതിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ചൊരു തുള്ളി വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ ജാറ് കഴുകിയ വെള്ളം മതി കേട്ടോ. ഇതിലോട്ട് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് വെക്കുക. ഇങ്ങനെ വെക്കണം, അതൊരു സ്റ്റൈലാണ്. അതിൻ്റെ ഒരു മണവും രുചിയൊക്കെ വരും. അതങ്ങ് അടച്ചേക്കാം. നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി നോക്കാം. എന്താ ആഹാ, അടിപൊളിയായിട്ട് നല്ല ഫ്ലേവർ ഇല്ലേ അമ്മ? അത് തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കൊതി വരുന്നു കഴിക്കാൻ. അപ്പൊ ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇളക്കി കൊടുക്കും. എന്തോ ഇങ്ങോട്ട് വന്നേ, കപ്പയും മീനും വെന്ത് കഴിഞ്ഞ്. ഇതൊന്ന് കഴിച്ചു നോക്കി. അതിന് ഇനി കറിയും വേണ്ട, ഒന്നും വേണ്ട. ഇത് മാത്രം നമുക്ക് കഴിച്ചാൽ മതി. ഇത് കണ്ടോ, കപ്പയും മീനും നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. മീനും മുള്ളും കപ്പയെല്ലാം കൂടെ ഭയങ്കര അപാരമാണോ ഇതിന് കേട്ടോ. സത്യത്തിൽ വായിക്കൂടെ വെള്ളമാണ്. കൊതിവിടല്ലേ. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.